പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഈ ഒരു കാര്യം അറിയാതെ യൂട്യൂബിൽ വീഡിയോസ് ഇടരുത്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല റൂൾസും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. സാധാരണ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിൽ ഫൈനൊക്കെ വരാനും യൂട്യൂബിൽ നിന്നുള്ള ഏർണിങ്സും ഒക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇതാണ് പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു നോക്കൂ, കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാകുവാനായിട്ട്. അപ്പോൾ പലരും യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അവർ പെയ്ഡ് പ്രൊമോഷനും ഇല്ലെങ്കിൽ ഓരോരോ കമ്പനികൾ പല രീതിയിലുള്ള പ്രോഡക്ട്സും ഒക്കെ അയച്ചു തരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും പൈസ ഒക്കെ വാങ്ങി ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയോ നമ്മൾക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യുകയോ ചെയ്താൽ അതിനെയാണ് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പ്രൊമോഷൻസ് ചെയ്യുന്നത്? അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കൽ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പ്രൊമോഷൻ ആണ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇല്ല ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, ഇല്ല ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡെഡിക്കേറ്റഡ് പ്രൊമോഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കമ്പനി നമ്മൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് തരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോസിൽ കൂടി ഒരുപാട് പേര് പ്രൊമോഷൻസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊമോഷൻസൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഉള്ളവരാണെങ്കിൽ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് അത് ചോദിക്കാറുണ്ട് പ്രൊമോ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രം വീഡിയോസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ സബ് വ്യൂവേഴ്സ് അവരൊക്കെ നമ്മൾ പറയുന്ന വിശ്വസിച്ചിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്കൊരു ചതിയും പറ്റാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കണം, ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ്. ഇല്ലെങ്കിൽ കമ്പനിക്ക് എനിക്ക് ഫ്രീ ആയിട്ട് കമ്പനിയിൽ നിന്നും കിട്ടിയതാണ്, അവർ അയച്ചു തന്ന പ്രോഡക്റ്റാണ്, അതാണ് ഞാനിവിടെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഈ പെയ്ഡ് പ്രൊമോഷൻസൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ കാണിക്കും, അത് നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ മുമ്പൊക്കെ ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. നമ്മൾ പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്യുന്നതെങ്കിൽ അക്കാര്യം വ്യൂവേഴ്സ് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാതെ നമ്മൾ പറയുന്നത് ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണെന്നറിയാതെ നമ്മളിതിനെ വയലേറ്റ് ചെയ്താൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ചിട്ട് പല പ്രശ്നങ്ങളും പണിഷ്മെൻറ്റും ഫൈനും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വ്യൂവേഴ്സിനെ കൂടി അറിയിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. വളരെ രസകരമായിട്ടും നല്ല രീതിയിലുമൊക്കെ പലരും നന്നായിട്ട് വീഡിയോസൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ ചാനലിനെ എന്നെ സപ്പോർട്ട് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഇനി വരുന്ന വീഡിയോയിൽ കാണാം.